കൈത്തണ്ടയിൽ കെട്ടിയിട്ടുള്ള, നിന്റെ അരയിൽ അണിഞ്ഞിട്ടുള്ള ഒരു ഐക്കല്ലിനും നിന്റെ രോഗം സുഖപ്പെടുത്താൻ സാധ്യമല്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേദന കൊണ്ട് വിഷമിച്ച് തന്റെ അടുക്കലേക്ക് സങ്കടം പറഞ്ഞുകൊണ്ട് പരിഹാരം തേടിക്കൊണ്ടുവന്ന സഹാബിമാർക്ക് ഒരു ചരടും മന്ത്രിച്ചു കൊടുത്തിട്ടില്ല, ഒരു നൂലും മന്ത്രിച്ചു കൊടുത്തിട്ടില്ല, ഒരു തകിടിലും എഴുതാൻ പറഞ്ഞിട്ടില്ല, എന്റെ പേര് 1000 തവണ വിളിച്ചോ എന്ന് പറഞ്ഞിട്ടില്ല. 1000 പോയിട്ട് 10 തവണയെങ്കിലും നിനക്ക് വേദന വരുമ്പോ എന്റെ പേര് വിളിച്ചു പ്രാർത്ഥിച്ചോ എന്നല്ല പറഞ്ഞത്. മറിച്ചൊരു സഹാബിയതാ റസൂലുള്ളാഹിന്റെ അടുക്കൽ വരുന്നു, പ്രവാചകരോട് പറയുന്നു, നബിയേ, ശരീരത്തിൽ വേദനയുണ്ട്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തു. അത് നമുക്കെല്ലാം മാതൃകയാണ്. വേദന തോന്നുന്ന നിന്റെ ശരീരത്തിന്റെ ഭാഗത്ത് നീ കൈവെക്കണേ. ഞാനിനി പറയാൻ പോകുന്ന ദിക്ർ ദുആ എന്റെ ഉമ്മമാര് ശ്രദ്ധിക്കണം, എന്റെ ഉപ്പമാര് സഹോദരന്മാര് ശ്രദ്ധിക്കണം. വേദന വരുമ്പോ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിക്കുന്നതിന്റെ മുമ്പ്, പനി വരുമ്പോ, തലവേദന വരുമ്പോ, നെഞ്ചുവേദന വരുമ്പോ, കാലുവേദന വരുമ്പോ, അങ്ങനെ പലയിടത്തും വേദന വരുമ്പോ അല്ലാഹ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, തദാവൂ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളെ ചികിത്സിച്ചോളൂ. ഏത് മരുന്നിനും ഏത് രോഗത്തിനും അല്ലാഹ് മരുന്നിറക്കിയിട്ടുണ്ട്. അത് അറിയുന്നവര് അറിയും, അറിയാത്തവര് അറിയില്ല. അങ്ങനെ ചികിത്സ ചെയ്യുന്നതോടൊപ്പം അതിന്റെയൊക്കെ മുന്നോടിയായിട്ട് നമ്മൾ എടുക്കേണ്ടുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് ഉണ്ട്, പ്രാഥമികമായ ഒരു ചികിത്സയുണ്ട്. വേദനയുള്ള ഭാഗത്ത് കൈവച്ചിട്ട് പറഞ്ഞോ ബിസ്മില്ലാഹ് 3 തവണ പറയണേ. ബിസ്മില്ലാ എല്ലാവർക്കും പഠിക്കാൻ കഴിയുമല്ലോ, നിങ്ങളതൊന്ന് പരീക്ഷിച്ചു നോക്കൂ. ബിസ്മില്ലാ മനസ്സറിഞ്ഞ് പറ, ബിസ്മില്ലാ 3 തവണ. വേദന എവിടെയാ, ശരീരത്തിന്റെ ഏത് ഭാഗത്താ, അവിടെ കൈവക്ക്, പറയൂ, എന്നിട്ട് ബിസ്മില്ലാ. തുടർന്നു കൊണ്ട് 7 തവണ അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു, അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു. അഊദു ബില്ലാഹ്, ഞാൻ അല്ലാഹുവോട് അഭയം ചോദിക്കുന്നു, വഖുദ്റതിഹി അവന്റെ മഹനീയമായ ശക്തിയിൽ വിശ്വസിച്ചതിനെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുന്നു, മിൻ ശർരി മാ അജിദു വഉഹാദിറു, എനിക്ക് അനുഭവപ്പെടുന്ന വേദന, ആ വേദന മുഖേന എന്തിലേക്കാ ഞാൻ അധപ്പതിപ്പിക്കപ്പെടുന്നത്, ചെന്ന് ചാടുന്നത് എന്ന പേടിയൊക്കെ എനിക്കുണ്ട്. അതിൽ നിന്നൊക്കെ എനിക്ക് കാവല് തരണേ അല്ലാഹ് എന്ന് റബ്ബിനോട് ചോദിക്കുന്ന ദുആ 7 തവണ പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിക്ക് മരുന്ന് പറഞ്ഞു കൊടുക്കുന്നു. ആ സഹാബി അത് നടപ്പിൽ വരുത്തുന്നു. ആ വേദന പിന്നെ എനിക്കുണ്ടായിട്ടില്ലെന്ന് മഹാനായ സഹാബി രേഖപ്പെടുത്തുന്നു.